ഹലോ ഓൾ നമ്മൾ ഇന്ന് തൊട്ട് ഒരു സീരീസ് ഓഫ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓരോ ക്ലാസ്സസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അടുത്തൊരു മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ്സൊക്കെ തുടങ്ങും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ടാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഡെഫിനിഷൻസും ക്ലാസ്സസും നമ്മൾ ഈ ഒരു ചാനൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് 9th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസ് കേരള സിലബസിൻ്റെ സോഷ്യൽ സയൻസ് പാർട്ട് 1 ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് നോക്കാം. സോ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ നോക്കുമ്പോഴേ ആദ്യമേ ഒരു ലെറ്ററാണ് കൊടുത്തിട്ടുള്ളത്. വി സോ ഇൻ അവർ ലാസ്റ്റ് ലെറ്റർ ദാറ്റ് ദ ചീഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് ദ അതർ ആനിമൽസ് വാസ് ദ ഇൻ്റലിജൻസ് ഓഫ് മാൻ. ദിസ് ഇൻ്റലിജൻസ് മെയ്ഡ് ഹിം ക്ലെവർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ എനോമസ് വൈൽഡ് ആനിമൽസ് ഹു വുഡ് അതർവൈസ് ഹാവ് ഡിസ്ട്രോയ്ഡ് ഹിം. അപ്പോൾ ഈ ഒരു ചെറിയൊരു ലെറ്റർ, ഈ ഒരു ലെറ്ററിനകത്ത് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യന്, അതായത് പണ്ട് കാലത്തെ മനുഷ്യനും ഇപ്പോഴത്തെ മനുഷ്യനും തമ്മിൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ട്. പണ്ടത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അത്ര രീതിയിലുള്ള നോളജ് ഇല്ല, ടെക്നോളജി യൂസ് ചെയ്യാൻ അറിയത്തില്ല. അവർ ജസ്റ്റ് എന്താണ്, പഴയ രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അവർ ജീവിച്ചുകൊണ്ട് വരിക. പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്, തീ കണ്ടുപിടിക്കാൻ തുടങ്ങിയതും കല്ലരസി കഴിഞ്ഞാൽ തീ വരുമെന്ന് അവർ കണ്ടുപിടിച്ചതും എല്ലാം എന്താണ്, കുറേ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് ആ ഒരു ലെറ്ററിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പേര്, ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെ നമ്മൾ സ്റ്റോൺ ഏജിൽ നിന്നും നമ്മൾ മുന്നോട്ട് വരിക. സ്റ്റോൺ ഏജിൽ നിന്നും ഓരോ ഏജസ് താണ്ടി നമ്മൾ ഇപ്പം നിലനിൽക്കുന്ന ആ ഒരു ഏജ് വരെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ലെറ്റർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലെറ്റർ ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ എന്ന് പറഞ്ഞ ആ ഒരു ലെറ്ററിൻ്റെ ആ ഒരു ചെറിയൊരു പോർഷനാണ് ഈ ഒരു ഇതിനകത്ത് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തോ അതിനെ പറ്റിയിട്ടോ വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരത്തില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇപ്പം നമുക്കറിയാം, അന്നത്തെ കാലത്തെ മനുഷ്യർക്ക് നമ്മളുടെ ഇപ്പോഴത്തെ കൂട്ടത്തെ വെപ്പൺസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ വെപ്പൺസായിട്ട് കൂടുതലായിട്ടും യൂസ് ചെയ്തിരുന്നത് എന്തൊക്കെയാണ് ഒരു വെപ്പൺസായിട്ട് യൂസ് ചെയ്തത്, അതേപോലെ തന്നെ അവർക്ക് ഈ ഒരു വെപ്പൺസ് കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഉള്ളത്. ഇപ്പം നമ്മളോട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് വെപ്പൺസ്, നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെപ്പൺസ്. ഇപ്പം ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ പെട്ടെന്നൊരു മൃഗം ചാടിക്കയറി അറ്റാക്ക് ചെയ്യാൻ വരിക, അങ്ങനെയൊന്നുമില്ല. പക്ഷേ പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, മൃഗങ്ങളുടെ അറ്റാക്ക് എന്ന് പറയുന്നത് നിരന്തരം ഉണ്ടാവുന്നതാണ്. കാരണം അവർ കാട്ടിലാണ് ജീവിക്കുന്നത്. അപ്പം നിരന്തരം എന്തുണ്ടാവും, മൃഗങ്ങളുടെ അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടിയിട്ടാണ് അവർക്ക് എന്ത് വേണ്ടുന്നത്, ടൂൾസ് വേണ്ടുന്നത്. അതേപോലെ തന്നെ അവർക്ക് വേറെ എന്തിനാണ് ടൂൾസ് വേണ്ടുന്നത്, ഹണ്ട് ചെയ്യാൻ. നമ്മളിന്ന് ഹണ്ട് ചെയ്തിട്ടാണോ നമ്മുടെ ഫുഡ് കാര്യങ്ങൾ നമ്മൾ ഗ്യാദർ ചെയ്യുന്നത്? അല്ല, നമുക്കിന്ന് നമ്മുടെ വിരൽ തുമ്പിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ സജീവമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അവർ എന്ത് ചെയ്യണം, ഹണ്ട് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പോയി അവർ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അവർ തന്നെ എന്ത് ചെയ്യണം, റെഡിയാക്കി കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർക്ക് എന്തുള്ളത്, ടൂൾസ് ഉള്ളത്. അപ്പം ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, എന്തിനു വേണ്ടിയിട്ടാണ് ഹ്യൂമൻസിന് ടൂൾസ് അന്നത്തെ കാലത്തുള്ളത്. വേറെ ഒരു പോയിൻ്റ് കൂടെ അവിടെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു പോയിൻ്റ് കൂടെ എന്ത് ചെയ്യണം, അവിടെ ആഡ് ചെയ്ത് എഴുതാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻഷൻഡ് ആയിട്ടുള്ള പർപ്പസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് 2 പർപ്പസ് പറഞ്ഞിട്ടുണ്ട്. ഒരു പർപ്പസ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. സോ ഈ ഒരു ടൂൾസ് എന്ന് പറഞ്ഞത് എബോവ് മെൻഷൻഡ് ആയിട്ടുള്ള പർപ്പസസ് എന്ന പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ടൂൾസൊക്കെ അന്നത്തെ കാലത്ത് എന്തുകൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്, മെയിനായിട്ട് എന്തൊക്കെ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്, കല്ല് വെച്ച, സ്റ്റോൺ വെച്ചിട്ടായിരിക്കും അന്നത്തെ കാലത്ത് എന്തുണ്ടാക്കുന്നത്, ഈ ഒരു ടൈപ്പ് ഓഫ് ടൂൾസൊക്കെ ഉണ്ടാക്കുന്നത്. സോ അന്നത്തെ കാലത്ത് ഇതുപോലത്തെ തരത്തിലുള്ള ടൂൾസുകൾ ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, സ്റ്റോൺ വെച്ചിട്ടാണ്. കാരണം വേറെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. സാധനങ്ങളൊന്നും അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള, ചുറ്റും നോക്കി കഴിഞ്ഞാൽ അവർക്ക് കാണുന്നത് എന്തൊക്കെയായിരിക്കും, കല്ലും അങ്ങനത്തെ രീതിയിലുള്ള കാട്, മരം, ചില്ലകൾ, ഇല, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ അവർക്ക് ടൂൾസ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സ്റ്റോൺ ആയിരിക്കും. സോ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്, സ്റ്റോൺ വെച്ചിട്ടാണ്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് സ്റ്റോൺ റീപ്ലേസ് ചെയ്തിട്ട് സ്റ്റോണിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു, മെറ്റൽസ് വന്നു. സോ പണ്ട് കാലത്ത് മനുഷ്യർ ടൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, സ്റ്റോൺ വെച്ചിട്ടാണ്. പിന്നെ കാലം കഴിഞ്ഞ് ഓരോ പുതിയ ഡിസ്കവറീസും ഇൻവെൻഷൻസും വന്ന് ലാസ്റ്റാണ് സ്റ്റോൺ മാറിയിട്ട് അതിൻ്റെ സ്ഥാനത്ത് എന്ത് വരുന്നത്, മെറ്റൽസ് വരുന്നത്. സോ ആർക്കിയോളജിസ്റ്റ് ആരെന്നറിയാലോ, ചരിത്രത്തെ പറ്റി പഠിക്കുന്ന ആൾക്കാരൊക്കെയാണ് ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. ആർക്കിയോളജിസ്റ്റ് ഹ്യൂമൻ ഹിസ്റ്ററിയെ പല സ്റ്റേജസ് ആയിട്ട്, അതായത് അവരുപയോഗിച്ച മെറ്റീരിയൽസും ടൂൾസ് ഉണ്ടാക്കാനായിട്ട് അവരുപയോഗിച്ച മെറ്റീരിയൽസ് അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ആർക്കിയോളജിസ്റ്റ് ചരിത്രത്തെ പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മിക്കവാറും ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. സോ അന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞു, ആർക്കിയോളജിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹ്യൂമൻ ഹിസ്റ്ററിയെ 2-3 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നതാണ് സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിന് നമുക്ക് എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യാം, 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം.
പാലിയോളിത്തിക് ഏജ്, മെസോലിത്തിക് ഏജ് ആൻഡ് നിയോളിത്തിക് ഏജ്. സോ സ്റ്റോൺ ഏജിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പാലിയോലിത്തിക്, മെസോലിത്തിക് ആൻഡ് നിയോളിത്തിക് എന്ന് പറഞ്ഞ മൂന്നായിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ സ്റ്റോൺ ഏജ് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് കുറേ പുതിയ ഡിസ്കവറീസും ഇൻവെൻഷൻസും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഏത് ഏജിലോട്ട് വരുന്നത്? മെറ്റൽ ഏജിലോട്ട് വരുന്നത്. ആ മെറ്റൽ ഏജിനെ നമുക്ക് രണ്ടായിട്ട് പിന്നെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, ബ്രോൺസ് ഏജും അയൺ ഏജും. സോ ഇത്രയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. സോ നമുക്ക് സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആ പേര് പോലെ തന്നെയാണ്, സ്റ്റോൺ ഏജ് ആണ്. അപ്പോൾ അതിനകത്ത് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റോൺ ഏജ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അതിനെ സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹ്യൂമൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അവർ ഉപയോഗിച്ചിരുന്നത് സ്റ്റോണുകളാണ്, കല്ലുകളാണ്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു പീരീഡിനെ സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയൻസ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പീരീഡിനെ മൊത്തത്തിൽ ഈ ഒരു കാലഘട്ടം, അതായത് സ്റ്റോൺസ് അവർ എത്ര നാൾ ഉപയോഗിച്ചോ അത്രയും നാളത്തെ ആ ഒരു കാലഘട്ടത്തെ മൊത്തം അവരെന്ത് വിളിക്കുന്നുണ്ട്? സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് അവരെന്ത് ചെയ്യും? സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കും. സ്റ്റോൺ ടൂളിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആണ് പാലിയോലിത്തിക്, മീസോലിത്തിക് ആൻഡ് നിയോലിത്തിക് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നായിട്ട് പിന്നെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. എന്താണ് പാലിയോലിത്തിക് ഏജ്? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ഓഫ് റഫ് അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും പാലിയോലിത്തിക് ഏജ് എന്തുവാന്നുള്ളത് ചോദിക്കും. അപ്പോൾ പാലിയോലിത്തിക് ഏജിൻ്റെ ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ റഫായിട്ടുള്ള അൺപോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ ടൂൾസ് ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. റഫായിട്ടുള്ള അൺപോളിഷ്ഡ് ആയിട്ടുള്ള, അതായത് നല്ല രീതിയിലുള്ള ഒരു മിനുക്കമോ തിളക്കമോ ഇല്ലാത്ത റഫായിട്ടുള്ള പരന്ന കല്ലുകളാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? പാലിയോലിത്തിക് ഏജിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. പാലിയോലിത്തിക് എന്ന് പറഞ്ഞ ഒരു ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് പാലിയോലിത്തിക് എന്ന് വന്നിട്ടുള്ളത്. പാലിയോസ് എന്ന് പറഞ്ഞൊരു വാക്ക്, പാലിയോസിൻ്റെ അർത്ഥം ഓൾഡ്, ലിത്തോസ് എന്ന് പറഞ്ഞ വേറൊരു വാക്കിൽ നിന്നാണ് പാലിയോലിത്തിക് വന്നിട്ടുള്ളത്. ലിത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ എന്നാണ് അർത്ഥം വരുന്നത്. സോ പാലിയോലിത്തിക് എന്ന് പറഞ്ഞൊരു വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. പാലിയോസ് ആൻഡ് ലിത്തോസ് എന്ന് പറഞ്ഞ രണ്ട് വാക്ക് ചേർന്നിട്ടാണ് പാലിയോലിത്തിക് ഉണ്ടായിട്ടുള്ളത്. പാലിയോലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ്, അതുപോലെ തന്നെ ലിത്തോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് പാലിയോലിത്തിക്. അപ്പോൾ അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ മേക്കിംഗ് ഓഫ് ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്താ, ടൂൾസ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര അത്യാവശ്യം. എന്തിനു വേണ്ടിയിട്ടാണ്? ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവർക്ക് ഒരു ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട്, ടൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം എന്താ, ഏത് സമയം വേണമെങ്കിലും അവരുടെ ജീവിതം എന്ന് പറയുന്നത് കാട്ടിനുള്ളിലാണ്, ആനിമൽസ് വരാം, അവരെന്ത് ചെയ്യാം, അറ്റാക്ക് ചെയ്യാം. സോ ഒരു സബ്സിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ലൈവ്ലിഹുഡ് എന്ന് തന്നെ പറഞ്ഞു പോകുന്നത് എന്താണ്, ഈ ഒരു മേക്കിംഗ് ഓഫ് ടൂൾസിൽ നിന്നാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ആർക്കിയോളജിസ്റ്റ് അതുപോലെ തന്നെ പറയുന്നുണ്ട് 3 മെയിനായിട്ടുള്ള സ്റ്റേജസ് ആണ് ടൂൾസിൻ്റെ ഉപയോഗത്തിൽ നമുക്ക് കാണപ്പെടുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് യൂട്ടിലൈസേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. വാട്ട് ആർ ദ 3 മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ് എന്ന് ചോദിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേജാണ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പേര് പോലെ തന്നെ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഉപയോഗം ചെയ്യുക. ആ ഒരു സംഭവമാണ് യൂട്ടിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദെയർ ഷേപ്സ്. നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ എന്ത് ടൂൾസ് ആണുള്ളത് ആ അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസ് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു വട്ടത്തിലിരിക്കുന്ന ഒരു കല്ലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ വട്ടത്തിലിരിക്കുന്ന കല്ല് അതുപോലെ തന്നെ ഉപയോഗിക്കും. അതിൻ്റെ ഷേപ്പ് മാറ്റി വട്ടം മാറ്റിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പാക്കി നമ്മൾ ഉപയോഗിക്കത്തില്ല. ആ വട്ടത്തിലിരിക്കുന്നത് തന്നെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതിനാണ് യൂട്ടിലൈസേഷൻ. കയ്യിരിക്കുന്ന വസ്തു അതേപടി തന്നെ ഉപയോഗിക്കുക. അതാണ് യൂട്ടിലൈസേഷൻ. രണ്ടാമതായിട്ട് വരുന്നതാണ് ഫാഷനിങ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫാഷനിങ് ആണ്. ഫാഷനിങ് എന്ന് പറയുമ്പോൾ എന്താ, ആ പേര് കേൾക്കുമ്പോഴറിയാം, ഫാഷനിങ് ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കും. ഇപ്പം നമ്മൾ നമ്മുടെ ഒരുങ്ങിയൊക്കെ വരുമ്പം ഒരുങ്ങി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ഉള്ള രൂപത്തെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി അപ്ഡേറ്റഡ് ആക്കി കുറച്ചുകൂടെ മേക്കപ്പൊക്കെ ഇട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അപ്ഡേറ്റഡ് ആക്കി ഫാഷൻ ഉണ്ടാക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് ഫാഷനിങ്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസിന് നമ്മളതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യും നമ്മുടെ ആവശ്യം അനുസരിച്ച്. ഇപ്പം നമ്മളൊരു കല്യാണത്തിനാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, സാരി ഉടുക്കും, അല്ലെങ്കിൽ ധാവണി, പെൺകുട്ടികളാണെങ്കിൽ ധാവണി, ആൺകുട്ടികളാണെങ്കിൽ എന്താണ്, മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് പോകും. നമ്മുടെ ആവശ്യം എന്താണ്, ആ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മാറ്റുക. ആ പർപ്പസാണ് ഇവിടെ നടക്കുന്നത്, ഫാഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസ് നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഷേപ്പ് ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് ഫാഷനിങ്. ലാസ്റ്റ് വൺ വരുന്നതാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്തായിരിക്കും ഇതിനകത്ത് വരുന്നത്? ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ടൂൾസ് ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കും. അതായത് ഇപ്പോൾ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൂള്, ഇപ്പോൾ അതുപോലെ തന്നെ മീൻ പിടിക്കാൻ പോകുമ്പം അതിന് വേറൊരു ടൂള്, അങ്ങനെ ഓരോ പർപ്പസ് അനുസരിച്ച് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഓരോ രീതിയിലുള്ള ടൂൾസ് നമ്മൾ ഉണ്ടാക്കും. അതാണ് സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേജസ്, യൂട്ടിലൈസേഷൻ, ഫാഷനിങ്, സ്റ്റാൻഡേർഡൈസേഷൻ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. അപ്പോൾ ഇതിന് താഴെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്രിമിറ്റീവ് ഹ്യൂമൻസ്, പാലിയോലിത്തിക് ഏജിൻ്റെ ഓരോ ഫേസസിൽ യൂസ് ചെയ്ത ടൂൾസിൻ്റെ പലതരത്തിലുള്ള പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കാം. സോ ഇതിനകത്ത് ഓരോ ടൈപ്പ് ഓഫ് ടൂൾസ് ആണ് നമുക്കവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് പെബിൾ ടൂൾസ്, പിന്നെ ബൈഫേസ് കോ ടൂൾസ്, അതുപോലെ തന്നെ ഫ്ലേക്ക് ടൂൾസ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ടൂൾസിൻ്റെ പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്ത് വെച്ചാൽ മതി. അതിനെ പറ്റിയിട്ട് വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരത്തില്ല. പക്ഷേ ഈ ഫ്ലേക്ക് ടൂൾസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. സോ നമുക്കിവിടെ സൈഡിലൊരു ബോക്സിനകത്ത് കോർ ആൻഡ് ഫ്ലേക്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അത് നമുക്ക് മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നതാണ് ഈ കോർ ആൻഡ് ഫ്ലേക്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. അത് എന്തുവാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. സോ കോർ ആൻഡ് ഫ്ലേക്സ് എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമ്മളൊരു കല്ല്, ആ ഒരു കല്ലെടുത്തിട്ട് അതിൻ്റെ ഒരു പീസ് അത് നമ്മൾ ഒടിഞ്ഞ് നമ്മുടെ കൈ വീഴുവാന്ന് വിചാരിച്ചു. ഒന്നോ അതിലധികമോ 2 പീസായിട്ട് ഒരു കല്ല് ഒടിഞ്ഞ് വീഴുമെന്ന് വിചാരിച്ചു. അതിൻ്റെ ലാർജസ്റ്റ് പീസിനെയാണ് നമ്മൾ കോർ എന്ന് വിളിക്കുന്നത്. സോ ഒരു കല്ല് നമ്മളെടുത്തു, അത് പൊട്ടിപ്പൊളിഞ്ഞ് 2-3-4 പീസായിട്ട് അത് ബ്രോക്കായി വീണു. അതിൻ്റെ ലാർജസ്റ്റ് പീസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോർ. അതുപോലെ തന്നെ സ്മോളസ്റ്റ് ആയിട്ടുള്ള പീസിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫ്ലേക്സ് എന്നാണ് വിളിക്കുന്നത്. സോ ലാർജസ്റ്റ് പീസിനെ കോർ എന്നും സ്മോളസ്റ്റ് പീസിനെ നമ്മൾ ഫ്ലേക്സ് എന്നും വിളിക്കും. അപ്പം അതേപോലെ തന്നെ കോർ സ്റ്റോൺസും വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ടൂൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർ ടൂൾസ്. അതേപോലെ തന്നെ സ്റ്റോൺ ഫ്ലേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മളെന്തെന്ന് വിളിക്കും? ഫ്ലേക്ക് ടൂൾസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ 2 എണ്ണം ഉണ്ട്. നമ്മൾ പറയും ലാർജസ്റ്റ് പീസിനെ കോറെന്നും സ്മാളസ്റ്റ് പീസിനെ ഫ്ലേക്സ് എന്നും വിളിക്കും. കോർ സ്റ്റോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതിനെ കോർ, അതായത് ലാർജസ്റ്റ് പീസും കൊണ്ട് ഉണ്ടാക്കിയ ലാർജസ്റ്റ് പീസിൻ്റെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോർ ടൂൾസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ സ്മാളസ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലേക്സ് ആണ്. അതും കൊണ്ട്, അതിൻ്റെ കല്ലുകൊണ്ട്, അതാണ് സ്റ്റോൺ ഫ്ലേക്സ്, അതിൻ്റെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ടൂൾസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫ്ലേക്ക് ടൂൾസ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലേക്ക് ടൂൾസ് എന്തുവാണ്, അതുപോലെ തന്നെ കോർ ടൂൾസ് എന്തുവാണെന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ വരാം. കോറും ഫ്ലേക്സും എന്താണെന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ വരാം, ഇമ്പോർട്ടൻ്റാണ്. അതുപോലെ തന്നെ പാലിയോളിത്തിക് ഏജിൻ്റെ എൻഡൊക്കെ ആയപ്പോഴത്തേക്ക് ഹ്യൂമൻസ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? സ്റ്റോൺ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ അവർ ബോൺസ് കൂടെ ആഡ് ചെയ്യാനായിട്ട് അവർ തുടങ്ങി. സ്റ്റോൺ മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ അവർ എന്തുകൂടെ ആഡ് ചെയ്യാനായിട്ട് തുടങ്ങി? ബോൺസ് കൂടെ ആഡ് ചെയ്യാനായിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ മനുഷ്യൻ്റെ എല്ലുകളാണെങ്കിലും മൃഗത്തിൻ്റെ എല്ലുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റോൺസിന് പകരം അതുകൂടെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ഒരു ടൂൾസിനകത്ത് അവർ ആഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അവിടെ ആ ഒരു പിക്ചറിനകത്ത് കൊടുത്തിട്ടുണ്ട് അവർ ഉപയോഗിച്ചിരിക്കുന്ന രീതിയിലുള്ള ഓരോ ടൂൾസിൻ്റെ ഫോട്ടോ നമ്മളത് ആ ഒരു പേജിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതേപോലെ തന്നെ ഇതിൻ്റെ ഓരോ രീതിയിലുള്ള സംഭവങ്ങളും ഓരോ സ്ഥലത്ത് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചോവഡ് ഫ്രാൻസ്, ലാസ്കോസ് ഫ്രാൻസ്, ഐവറി സ്കൾപ്ചർ റഷ്യ, കാർഡ് ഫിഗേഴ്സ് ഇൻ ഫ്രാൻസ് കേവ്, ഓരോ സ്ഥലത്തും കൂടെ കൊടുത്തിട്ടുണ്ട്. കാവിങ്സ് ഓൺ ബോൺസ് ഫൗണ്ട് ഇൻ ലേ ഗാർമാക്കെ സ്പെയിൻ. ഇത് ഓരോ സ്ഥലങ്ങളും, അതായത് ഇപ്പോൾ ചോവേട്ട് എന്ന് പറയുന്നത് അത് എവിടെയാണുള്ളത്? ഫ്രാൻസിലാണ്. ലാസ്കസ് എന്ന് പറയുന്നത് ഫ്രാൻസിലാണ്. ഐവറി സ്കൾപ്ചർ എവിടെയാണുള്ളത്? റഷ്യയിലാണ്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, മാച്ച് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു പടങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകും അന്നത്തെ കാലത്ത് അവർ ഓരോ ഷേപ്പിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ടൈപ്പിലാണ് ഓരോ ടൂൾസും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലതിനകത്തൊക്കെ ഫ്ലോയിങ് ലൈൻസ് ഉണ്ട്, ചിലതിനകത്ത് കാർവ്ഡ് ആയിട്ടുള്ള ഇമേജസ്, സ്കൾപ്ചേഴ്സ്, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ലേറ്റ് പാലിയോലിത്തിക് പീരീഡിൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കിയോളജിസ്റ്റ് മെയിനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിപിക്ഷൻ ഓഫ് ആനിമൽസ്, ഇപ്പോൾ ചോവേറ്റ് ആൻഡ് ലാസ്കസ് കേവ്സ്, അതുപോലെ കാർഡ് ഫിഗേഴ്സ് ഓഫ് ആനിമൽസും വിമനും കാണപ്പെടുന്നത് കുസാക് കേവ്, വീനസ് ഫിഗറിൻ കാണപ്പെടുന്നത് റഷ്യയിലെ ഒരു കേവിലാണ്. അതുപോലെ തന്നെ ഈ ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള കേവ്സ് ഒക്കെ, അല്ലെങ്കിൽ ഓരോ കേവ്സിലും എന്ത് ചെയ്യാൻ തുടങ്ങി? ഓരോ തരത്തിലുള്ള ബോൺസും ഓരോ ടൂൾസും എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മുടെ ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടുപിടിക്കാനായിട്ട് അന്നത്തെ കാലത്ത് തുടങ്ങി. ഓരോന്നിനും അവരെന്താണ്, ഓരോ പർപ്പസസിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പാലിയോലിത്തിക് ഏജിലുള്ള ആൾക്കാരുടെ അവർ ഉപയോഗിച്ചിരുന്ന ടൂൾസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ മെയിനായിട്ടുള്ള ടൂൾസിന് എന്തൊക്കെ ഫീച്ചേഴ്സാണോ ഉള്ളതെന്നൊരു ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയാൻ പോകുന്ന പോയിൻറ്റ്സൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ അന്നത്തെ കാലത്ത് അവർ കേവ് പെയിൻറ്റിങ്സ് അവർ ചെയ്യുമായിരുന്നു. അപ്പോൾ കേവ് പെയിൻറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ഉപയോഗിക്കുമായിരുന്നു? വേരിയസ് ടൈപ്സ് ഓഫ് കളേഴ്സ് അവർ യൂസ് ചെയ്യും. അതായത് കേവ് പെയിൻറ്റിങ്സ്, അതായത് ഈ കേവിലൊക്കെ ഗുഹകളിലൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അവർ പലതരത്തിലുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? ഭിത്തികളിൽ അവർ വരയ്ക്കുമായിരുന്നു. ഈ കളേഴ്സ് അവരെങ്ങനെ ഉണ്ടാക്കുന്നത്? നമ്മുടെ ഇന്നത്തെ കൂട്ടത്തിൽ അക്രിലിക് പെയിൻറ്റ്സ് ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അന്നത്തെ കാലത്ത് അവർക്ക് കളേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ചെടികളും ട്രീ ബാർക്കും ഫ്രൂട്ട്സും അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും? ഗ്രൈൻഡ് ചെയ്യും. ഉരച്ച് അതിൽ നിന്നൊരു കളർ എടുക്കും. അതേപോലെ തന്നെ അവരെന്ത് ചെയ്യും?
റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് സ്റ്റോൺ പൗഡറുമായിട്ട് ഒക്കെ മിക്സ് ചെയ്യും. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഗുഹകളിലൊക്കെ അവർ ഓരോ രീതിയിലുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പിക്ചേഴ്സ് എന്ന് പറയുന്നത് അവർ ഗുഹകൾക്കുള്ളിലാണ്, അകത്താണ് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് അവർ വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടോട്ട് എന്ത് കിട്ടത്തില്ല, സൂര്യപ്രകാശമോ വെട്ടോ വെളിച്ചോ കാര്യങ്ങളോ ഒന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോൺ കാർവിങ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്, സ്റ്റോൺ ആയിട്ടുള്ള നീഡിൽസ്, ഷാർപ്പ് എഡ്ജ്ഡ് ആയിട്ടുള്ള വെപ്പൺസ്. കാരണം കൂർത്ത മുനയുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിലല്ലേ ഭിത്തി വരയ്ക്കാൻ പറ്റത്തുള്ളൂ, കേവ്സിൽ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുമായിരുന്നു, ആ ഒരു സമയത്ത് അവർ നിർമ്മിക്കുമായിരുന്നു. അതുപോലെ തന്നെ പെയിൻറ്റിങ്സും അവരെന്ത് ചെയ്യുമായിരുന്നു, സീലിംഗ്, അതായത് മുകളിലൊക്കെ കേവ്സിൻ്റെ മുകളിൻ്റെ ഭാഗത്തൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവർ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പിക്ചേഴ്സും അതുപോലെ തന്നെ അങ്ങനത്തെ സ്കൾപ്ചേഴ്സ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ പ്രിമിറ്റീവായിട്ടുള്ള ഹ്യൂമൻസിൻ്റെ ടെക്നിക്കൽ സ്കില്ലിനെയും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സ്കില്ലിനെയും കാണിക്കുന്നത്. കാരണം ഇപ്പം നമ്മളൊരു കാര്യം നമ്മളിപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണ്, ഒന്ന് യൂട്യൂബിൽ നോക്കി പഠിക്കും, സ്കൂളിൽ പോയി പഠിക്കും, യൂട്യൂബിൽ നോക്കിയിട്ട് ക്രോഷേ ചെയ്യാൻ പഠിക്കും, അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ അന്നത്തെ കാലത്ത് അവർക്ക് നോക്കി പഠിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തത് നോക്കി വെച്ച് ചെയ്യാനോ ഒന്നും അവർക്കില്ല. അപ്പോൾ അന്നത്തെ കാലത്തെ മനുഷ്യൻ്റെ ആ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സ്കില്ലിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫോട്ടോസിലൂടെയും ഈ ഒരു ഇമേജസിലൂടെയും പെയിൻറ്റിങ്സിലൂടെയൊക്കെ കാണിക്കുന്നത്. സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് കേട്ടോ. സോ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പാലിയോലിത്തിക് ഏജിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സാണ്. സോ ഇവിടെ പാലിയോലിത്തിക് ഏജ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ഫീച്ചേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എടുത്ത് ചോദിക്കും പാലിയോലിത്തിക് ഏജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത് ഇത്രയും എഴുതി വെക്കണം. ഒന്നാമതായിട്ട് പറയുന്നത്, ആ ഒരു സമയത്ത് ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞു റഫ് ആയിട്ടുള്ള സ്റ്റോൺ റൂൾസ് ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അവർ കേവ്സിലും ഓപ്പൺ സ്പേസ്, തുറസായ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസസും ഒക്കെയാണ് അവർ കൂടുതലായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കേവ്സ് ഉണ്ടായിരുന്നു, ആ കേവ്സിലും അവർ താമസിച്ചിരുന്നു. അതുപോലെ തന്നെ അവർ ഓപ്പൺ ആയിട്ടുള്ള സ്പേസസിലും അവർ താമസിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹണ്ടിങ്ങും ഗ്യാതറിങ്ങുമാണ് അവരുടെ മെയിനായിട്ടുള്ള ജീവിത മാർഗ്ഗം എന്ന് പറയുന്നത്. ബാൻഡ്സ് വേർ ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. ബാൻഡ്സ് എന്തുവാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബാൻഡ്സ് എന്ന് പറയുന്നതാണ് അവരുടെ സൊസൈറ്റിയുടെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ്. അതേപോലെ തന്നെ ആണുങ്ങൾ കൂടുതലായിട്ട് എന്താ ചെയ്തിരുന്നത്, ഹണ്ടിങ് ചെയ്യും. സ്ത്രീകളാണ് ഗ്യാദർ ചെയ്യുന്നത്. ഫുഡ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ജോലിയാണ് ഗ്യാദർ ചെയ്യുക. കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന ജോലിയാണ് ആർക്ക്, സ്ത്രീകൾക്കുള്ളത്. അതേപോലെ തന്നെ അവർ ഫുഡൊന്നും സൂക്ഷിച്ച് വെക്കത്തില്ല. അപ്പോഴത്തെ പിന്നെ അവർ പോവുക, ആഹാരം അന്വേഷിക്കുക, വരിക, കഴിക്കുക, അത്രേ ഉള്ളൂ. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പരിപാടി ഒന്നും ഇവർക്കില്ല. അതിന് നൊമാഡിക് ലൈഫ് പ്രിവെയിൽ ചെയ്തു. നൊമാഡിക് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്ഥലത്ത് മാത്രം കണ്ടിന്യൂ അവർ നിൽക്കത്തില്ല. ഇങ്ങനെ കറങ്ങി ഒന്ന് കഴിഞ്ഞാൽ അടുത്ത സ്ഥലം, അവിടുത്തെ ഫുഡ് തീർന്നാൽ അടുത്ത സ്ഥലത്തേക്ക് പോവുക. അങ്ങനത്തെ രീതിയിലുള്ളൊരു നൊമാഡിക് ലൈഫാണ് അന്നത്തെ കാലത്ത് അവർക്കുള്ളത്. അപ്പോൾ സോ ഇത്രയും ഫീച്ചേഴ്സും പാലിയോലിത്തിക് ഏജിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഇനി നമുക്ക് ബാൻഡ്സ് എന്തോ നോക്കാം. ബാൻഡ്സ് എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പ്സ് ആണ്. അതായത് ഏകദേശം 100 മെമ്പേഴ്സോ 100 മെമ്പേഴ്സിൽ കുറവ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനത്തെ ഒരു ചെറിയൊരു ഗ്രൂപ്പാണ് എന്തെന്ന് പറയുന്നത്, ബാൻഡ് എന്ന് പറയുന്നത്. ബാൻഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ബ്ലഡ് റിലേഷൻ ഉണ്ടായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ് ബാൻഡ് എന്തോന്നുള്ളത് ചോദിക്കും. സോ ഏകദേശം ഒരു 100 പേരോ 100 പേരിൽ താഴെ അടങ്ങുന്ന ചെറിയൊരു ഗ്രൂപ്പാണ് ബാൻഡ്സ് എന്ന് പറയുന്നത്. ഈ 100 പേരെയും അല്ലെങ്കിൽ 100 പേര് താഴെ ഉള്ളവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ടൈപ്പ് ചെയ്ത് നിർത്തുന്ന അല്ലെങ്കിൽ അവരെ ഒന്നിച്ച് നിർത്തുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും എന്തായിരിക്കും, ബ്ലഡ് റിലേഷൻ ഉള്ളവരായിരിക്കും. അതായത് രക്തബന്ധമുള്ളവരായിരിക്കും. അതാണ് ബാൻഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്.